പാലേക്കര ടോൾ കരാറുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന ഡൽഹി ആർബിട്രേഷൻ ട്രിബ്യൂണലിലെ കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒഴിവായ നടപടി ടോൾ കരാർ കമ്പനിയെ സഹായിക്കാനാണെന്ന് ഡിസിസി വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ട്രിബ്യൂണൽ നടപടിയിൽ സർക്കാരിനെ കക്ഷി ചേർക്കാൻ 2022 മാർച്ചിൽ ട്രിബ്യൂണൽ ഉത്തരവ് നൽകിയിരുന്നു. ഇതിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ റിട്ട് ഹർജിയിലെ 2024 ഏപ്രിലിലെ ഉത്തരവ് പ്രകാരമാണ് ആയത് റദ്ദാക്കിയതെന്ന് തനിക്ക് ലഭിച്ച വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാരിന് ടോൾ കമ്പനിയെ ഒഴിവാക്കാൻ കിട്ടിയ അവസരമാണ് ഈ ഉത്തരവ് വഴി നഷ്ടപ്പെടുത്തിയിരിക്കുന്നതെന്നും ജോസഫ് ടാജറ്റ് കുറ്റപ്പെടുത്തി. കരാർ ലംഘനത്തിന്റെ പേരിൽ 678 കോടി രൂപ പിഴത്തുക ഈടാക്കുന്നതിനും കരാറിൽ നിന്ന് ഒഴിവാക്കുന്നതിനും വേണ്ടി NHAI നൽകിയ നോട്ടീസിനെതിരെയാണ് ടോൾ കമ്പനി കരാർ ആർബിട്രേഷൻ ട്രിബ്യൂണലിനെ സമീപിച്ചത്. ഈ നടപടിയിൽ സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെന്റ് പ്രകാരം സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കണമെന്ന NHAIയുടെ ആവശ്യം ട്രിബ്യൂണൽ 15/3/2022 നൽകിയ ഉത്തരവിലൂടെ അംഗീകരിച്ചിരുന്നു. ഈ വിധിക്കെതിരെയാണ് സർക്കാർ തങ്ങൾക്ക് തൃശൂർ അങ്കമാലി ഇടപ്പള്ളി ദേശീയപാത നിർമ്മാണ കരാറിൽ യാതൊരു ബന്ധമില്ലെന്നും സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെന്റ് കേവലം സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിനും ദേശീയപാത നിർമ്മാണത്തിന് സാഹചര്യം ഒരുക്കുന്നതിനു വേണ്ടിയും ആണെന്ന് കാണിച്ചാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് റിട്ട് ഹർജിയിൽ തങ്ങളെ കക്ഷി ചേർക്കുന്നതിനെതിരെ ഉത്തരവ് സമ്പാദിച്ചതെന്നുമാണ് DCC വൈസ് പ്രസിഡന്റ് പറയുന്നത്. പാലേക്കര ടോൾ കരാർ കമ്പനിയെ കരാറിൽ നിന്നും പുറത്താക്കുന്നതിനായി നടക്കുന്ന ആർബിട്രേഷൻ ട്രൈബ്യൂണലിലെ നടപടിയിൽ നിന്നും കേരള സംസ്ഥാന സർക്കാർ ഒഴിവായത് കരാർ കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. NHAI കമ്പനിയെ പുറത്താക്കുന്നതിനും അതുപോലെ തന്നെ കമ്പനിക്ക് ചുമത്തിയ പിഴ ഈടാക്കുന്നതിനും വേണ്ടിയാണ് ആർബിട്രേഷൻ നോട്ടീസ് നൽകിയത്. അതിനെതിരെയാണ് ടോൾ കരാർ കമ്പനി ആർബിട്രേഷൻ ട്രൈബ്യൂണലിനെ സമീപിച്ചത്. എന്നാൽ ആ കേസിൽ കേരള സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കണമെന്ന് NHAI ആവശ്യപ്പെട്ടു. അത് കോടതി 15/3/22 ട്രൈബ്യൂണൽ ഉത്തരവ് നൽകി. പക്ഷെ അതിനെതിരെ സംസ്ഥാന സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകി. അത് സംസ്ഥാന സർക്കാരിന് അനുകൂലമായി വിധി വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നടപടികളിൽ നിന്ന് ആർബിട്രേഷൻ ട്രൈബ്യൂണലിൽ നടക്കുന്ന കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒഴിവായി. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കരാറിൽ അല്ലെങ്കിൽ ഇവർ ഒപ്പിട്ട് നൽകിയ സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെന്റ് പ്രകാരം ഈ ദേശീയപാതയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ടോളിന്റെ പ്രശ്നങ്ങളിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. അതിലൂടെ വന്നത് ആയിരക്കണക്കിന് യാത്രക്കാർ യാത്ര ചെയ്യുന്ന ഈ ദേശീയപാത കരാർ ലംഘനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. കരാർ കമ്പനി കരാർ ലംഘനത്തിലൂടെ മുന്നോട്ട് പോകുന്നു. കോടികൾ കരാർ ലംഘിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കും. സർക്കാരിന് ട്രിബ്യൂണലിൽ ഹാജരായി കരാർ ലംഘനം മൂലം യാത്രക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടും കരാർ പാലിക്കാതെ യാത്രക്കാരിൽ നിന്നും കോടികൾ പിരിക്കുന്നതും സംബന്ധിച്ച് ബോധിപ്പിക്കാനുള്ള അവസരമില്ലാതാക്കിയത് മനഃപൂർവ്വമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും ടാജറ്റ് ആരോപണം ഉന്നയിക്കുന്നു. ഇടതുപക്ഷ സർക്കാരിന്റെ കരാർ കമ്പനിക്കെതിരെയുള്ള ഇതുവരെയുള്ള മൗനം ഈ സംശയത്തെ സാധൂകരിക്കുകയാണ്. ഈ കാര്യത്തെ സംബന്ധിച്ച് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിക്കണമെന്നും ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. ഹൈക്കോടതി വിധിക്കെതിരെ NHAI നൽകിയിട്ടുള്ള അപ്പീലിൽ മറിച്ച് ഒരു വിധിയുണ്ടായാൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഇനി കരാർ കമ്പനിക്കെതിരെ എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ കമ്പനിക്കെതിരെ 2128 കോടി രൂപ NHAI കരാർ ലംഘനത്തിന്റെ പേരിൽ പിഴ ചുമത്തിയിട്ടുണ്ട്. നാളിതുവരെയായി കരാർ കമ്പനി ഏകദേശം 1475 കോടി രൂപ പിരിച്ചെടുത്തു കഴിഞ്ഞു. ഇപ്പോഴും പുതിയ നിർമ്മാണത്തിന്റെ പേരിൽ ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയാണെന്നും DCC വൈസ് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി.